11ാമത്തെ എപ്പിസോഡിലേക്ക് സഹർഷം സ്വാഗതം. മലയാളക്കരയ്ക്ക് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന ഈ പുസ്തകത്തെയും ഗാബോ എന്ന ഈ എഴുത്തുകാരനെയും പരിചയപ്പെടുത്തിയത് എം കൃഷ്ണൻ നായർ എന്ന മലയാളം അധ്യാപകനാണ്. ഗാബോ ജനിച്ച് ഏകദേശം 6 വർഷം കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ നായർ ജനിച്ചത്. ഗാബോ കൊളംബിയയിൽ ജനിച്ചപ്പോൾ കൃഷ്ണൻ നായർ കേരളത്തിൽ ജനിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം മലയാള ഭാഷയിലെടുത്തിട്ട് അദ്ദേഹം പല കോളേജുകളിലും പഠിപ്പിച്ച് അവസാനം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് മലയാള വിഭാഗം തലവനായിട്ട് വിരമിച്ചത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യവാര ഫലം എന്ന പംക്തിയിൽ വളരെ മനോഹരമായി ഈ പുസ്തകത്തെപ്പറ്റി അദ്ദേഹം എഴുതുമായിരുന്നു. അങ്ങനെയാണ് ആ 80കൾ അവസാനത്തിലൊക്കെയുള്ള എന്നെപ്പോലത്തെ ചെറുപ്പക്കാർ ഈ കഥയോട് ആകൃഷ്ടരാകുന്നത്. എൻ്റെ തലമുറയിലുള്ള ആൾക്കാർ ഈ കേൾവിക്കാരിലുണ്ടെങ്കിൽ തീർച്ചയായും അവർ അത് ഓർമ്മിച്ചെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വിശ്വസാഹിത്യത്തിൽ സാർവലൗകികത കൊണ്ടുവന്ന കഥാകാരനാണ് ഗാബോ. ഈ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഓസെ ആർക്കിഡിയോ ബുവേൻഡിയ, ഉർസുല ഇർഗ്വാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഓസെ ആർക്കേഡിയോ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ, ഔറിലിയാനോ ബുവേൻഡിയ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ, പിന്നെ മെൽക്കിയാഡിസ്, കാര്യങ്ങളുടെ മറുവശം അറിയാവുന്ന ഒരു ഏഷ്യക്കാരൻ്റെ ലുക്കുള്ള ഒരു ജിപ്സി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അതിൽ ഓസെ എന്ന് പറയുന്ന കഥാപാത്രം വളരെയധികം ഭാവനാശക്തിയും ഇച്ഛാശക്തിയുമുള്ള ഒരു കഥാപാത്രമാണ്. ശാസ്ത്രം കൊണ്ട് ജനങ്ങൾക്കെല്ലാം പുരോഗതി കൊണ്ടുവരണമെന്ന് മനസ്സാശിക്കുന്ന ഒരു അധ്വാനശീലൻ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ഉർസുല ഇർഗ്വാൻ ഈ ഓസെയുടെ ചിന്തകൾ അതിരുകടക്കുമ്പോൾ അദ്ദേഹത്തെ പ്രായോഗിക തലത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു സഹയാത്രികയാണ്. വളരെ മനോഹരമായി നമ്മൾ 1ാം അധ്യായം ആസ്വദിച്ചു. കഴിഞ്ഞ 1ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലൂ, ഗാബോ എഴുതിയ ഒരു ക്ലൂ ഞാൻ വിട്ടുപോയിരുന്നു പറയാൻ. ഓസെ പലതരത്തിലുള്ള പക്ഷികളെയും കെണികൾ വെച്ച് പിടിച്ചിട്ട് മക്കോണ്ടോയിൽ വളർത്തിയിരുന്നു എന്ന് ഒരു ചാപ്റ്ററിൽ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ സമയത്ത് തന്നെ ഗാബോ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ, പക്ഷേ അങ്കക്കോഴികളെ അയാൾ മക്കോണ്ടോയിൽ അനുവദിച്ചിരുന്നില്ല. പോരിടുന്ന കോഴികൾ, മത്സരത്തിന് ഉപയോഗിക്കുന്ന അങ്കക്കോഴികൾ, അത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. ആൻഡ് ഇറ്റ് വാസ് പ്രൊഹിബിറ്റഡ് ഇൻ മക്കോണ്ടോ. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലെവിടെയോ ഇരിക്കണം. എന്തുകൊണ്ടെന്നാൽ പിന്നീട് എവിടെയോ കഥയിൽ അങ്കക്കോഴികൾക്ക് എന്താണ് വിലക്ക് കൽപ്പിച്ചതിന് കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെപ്പറ്റി ഒരു ക്ലൂ മാത്രമേ ഉള്ളൂ. ഞാനത് മറന്നുപോയത് കൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകിച്ച് അതിനെ എടുത്തു പറയുന്നത്. കാരണം അത് പിന്നീട് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് കിട്ടും. അപ്പോൾ നമുക്ക് ഓർമ്മയോ ആ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ റീസൺ ഇതായിരുന്നു. ആർക്കറിയാമെന്ന് പറഞ്ഞ സിനിമയിൽ ബിജു മേനോന്റെ ക്യാരക്ടർ ആരെങ്കിലും തേങ്ങ പൂണ്ട് തിന്നുന്നത് കണ്ടാൽ അയാൾക്ക് ദേഷ്യം പിടിക്കും. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സിലാണ് അങ്ങനെ അയാൾക്ക് മുമ്പ് ദേഷ്യം പിടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ 1ാം അധ്യായം കഴിയുമ്പോൾ ഈ 5 തലമുറ എന്ന് ഞാൻ എവിടെയോ പറഞ്ഞിരുന്നു ഈ കഥ പറയുന്നതിൻ്റെ നടുവിൽ. എന്താണ് ഈ 5 തലമുറയുടെ ഒരു ഹൈറാർക്കി? അത് ചെറിയ പ്രസന്റേഷനിലൂടെ ഞാൻ അവതരിപ്പിക്കാം. അപ്പോൾ ഈ ആദ്യത്തെ അധ്യായം തീർന്ന ഈ അവസ്ഥയിൽ കുറച്ചൊക്കെ നമുക്ക് പേരുകളും ഒരു ബന്ധങ്ങളും ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആയ സ്ഥിതിക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഈ 11ാമത്തെ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫാമിലി ഹൈറാർക്കി പരിചയപ്പെടുത്തുക എന്നതായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ലൈഡിൽ നോക്കിയാൽ ഏറ്റവും മേലെ നിൽക്കുന്നത് ഓസെ ആർക്കിഡിയോ ബുവേൻഡിയയും ഉർസുല ഇർഗ്വാൻ. രണ്ടുപേരെയും നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം അവരുടെ സ്വഭാവം എന്താണ്, അവർ ജീവിതത്തെ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്, അവർക്ക് കുറച്ച് കാലം കൊണ്ട് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇതിൽ അടുത്ത ലെവലിലുള്ള ആൾക്കാരാണ്. ഈ മൂത്ത മകനാണ് ഓസെ ആർക്കേഡിയോ. ഐസ് തൊടാൻ പറഞ്ഞിട്ട് തൊടാണ്ടിരുന്ന ആ മകൻ 14 വയസ്സായി.
സ്ക്വയർ ഹെഡാണ്. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേസമയം കേണൽ അരീലിയാനോ ബുവേൻഡിയ ഇപ്പോൾ 6 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് ഐസ് തൊട്ടിട്ട് പൊള്ളുന്നു എന്ന് പറഞ്ഞത്. കുറച്ചും കൂടി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടി. അമറാൻഡ ജനിച്ചിട്ടില്ല. നമ്മളെ കഥയിൽ അമറാൻഡ ഇനിയും ജനിക്കാനിരിക്കുന്നേ ഉള്ളൂ. പിന്നീട് ബാക്കിയുള്ള ഫാമിലി ട്രീയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം. ട്രാൻസ്ലേറ്റഡ് ഫ്രം ദ സ്പാനിഷ് ബൈ ഗ്രിഗറി റബാസ. അദ്ദേഹമാണ് ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ട്രാൻസ്ലേഷൻ്റെ അകത്ത് കണ്ട കുറച്ച് നല്ല വാക്കുകൾ, ഇത് നരേഷൻ്റെ കൂടെ ഒരു വാല്യൂ അഡീഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെ രസകരമായി തോന്നിയ കുറച്ച് ഇംഗ്ലീഷ് വൊക്കാബുലറി പറയുന്നു മാത്രം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യാം. അല്ല, ഇത് ഒരു രസച്ചരട് മുറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇപ്പം എനിക്ക് തോന്നുന്ന പോലെ ഞാനൊരു എപ്പിസോഡ് ഇതിൻ്റെ നടുവിൽ തിരികെ കയറ്റിയതാണിത്. അപ്പോൾ ആ വാക്കുകളിലേക്ക് കിടക്കാം. ഡിസ്വേഡ് എന്ന് പറഞ്ഞാൽ പെർസ്യൂ സംവൺ നോട്ട് ടു ഡു സംതിങ്. പിന്നെയുള്ളൊരു വാക്കാണ് ഇൻകാന്റേഷൻ. എ സീരീസ് ഓഫ് വേർഡ്സ് സെഡ് ആസ് മാജിക് സ്പെൽ ഓർ ചാം. മന്ത്രം പോലെ ഇൻകാന്റേഷൻ. പിന്നെയുള്ളൊരു വാക്കാണ് കോൺസ്റ്റനേഷൻ. കോൺസ്റ്റനേഷൻ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി. അതിനെ വാക്യത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ടു ഹെർ കോൺസ്റ്റനേഷൻ ഹെർ കാർ വുഡൻ സ്റ്റാർട്ട്. ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി അബൌട്ട് സംതിങ് ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. പിന്നെയുള്ളതാണ് അബ്നഗേഷൻ, ദ ആക്ട് ഓഫ് റിജക്റ്റിംഗ് സംതിങ്, അബ്നഗേഷൻ. പിന്നെ നമ്മൾ പലപ്പോഴും പല പ്രതിജ്ഞ എടുക്കുമ്പോൾ പറയുന്നതാണ് സോളംനിറ്റി. സോളംനിറ്റി എന്ന് പറഞ്ഞാൽ ബീയിങ് സീരിയസ് ആൻഡ് ഡിഗ്നിഫൈഡ്. പിന്നെയുള്ളതാണ് ടെനാഷ്യസ് ഇൽനെസ്, വിട്ടുമാറാത്ത രോഗം. പിന്നെയുള്ളൊരു വാക്കായിരുന്നു അക്കിപ്പിലാഗോ, ദ്വീപസമൂഹങ്ങൾ എന്നുള്ള അർത്ഥമാണ്. മലേഷ്യൻ അക്കിപ്പിലാഗോ, മലയൻ ദ്വീപസമൂഹങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ നിന്നാണ് മൽക്കിഡിയാസ് വന്നത്. അവിടെയായിരുന്നു അത് യൂസ് ചെയ്തത്. പിന്നുള്ളത് റാവൻ. റാവൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാക്കയാണ്, അമേരിക്കൻ കാക്ക. അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന വലിയ കാക്ക. പിന്നുള്ളൊരു വാക്കാണ് പാറ്റിന. പാറ്റിന എന്ന് പറഞ്ഞാൽ ഒരുതരം ഓക്സിഡൈസ്ഡ് സർഫസ് ആണ്, കുറച്ച് വഴുവഴുപ്പുള്ള സ്മൂത്ത് സർഫസ്. മിൽക്കി ആഡിസിന്റെ കോട്ടിനെ പറ്റി വർണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ആ വാക്ക് ഉപയോഗിച്ചത്. അതിൻ്റെ മുകളിൽ കൂടി അനേകം ജീവികൾ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത്രയും സ്മൂത്തായിട്ട് ഒരു തരം പൂപ്പൽ പിടിച്ച പോലത്തെ ഒരു കാര്യം ഗാബോ വർണ്ണിക്കുകയുണ്ടായി മിൽക്കി ആഡിസിന്റെ കോട്ടിന്റെ കാര്യത്തിൽ. പിന്നെയുള്ളൊരു വാക്കാണ് ഡിഡാക്റ്റിക്. ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ intending to teach something of moral value. A didactic novel that is set out to expose social injustice. പിന്നെയുള്ള ഒരു നല്ല മനോഹരമായ വേർഡാണ് പെസ്റ്റിലൻഷ്യൽ. ഇത് 2 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ. പെസ്റ്റിലൻഷ്യൽ എന്ന് പറഞ്ഞാൽ മാരകമായ ഒരു ലായനി, പെസ്റ്റിലൻഷ്യൽ സിറപ്പ്. ആദ്യം സ്വർണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉരുക്കി അതിലേക്ക് ആവണക്കെണ്ണ ഒഴിച്ച് ആ ഒരു കണ്ടീഷനിലുള്ള ഒരു ലായനീനെ പെസ്റ്റിലൻഷ്യൽ സിറപ്പ് എന്നാണ് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപയോഗിച്ചത് ആ ടാസിറ്റേൺ അർമേനിയൻ അപ്രത്യക്ഷനാകാൻ വേണ്ടിയിട്ട് ആംബർ ദ്രാവകം കഴിച്ച് അയാൾ അങ്ങനെ ഉരുകി ബാഷ്പീകരിച്ചിട്ട് അയാൾ നിന്ന സ്ഥലത്ത് ഒരുതരം ദ്രാവകം തളം കെട്ടി നിന്നിരുന്നു. അവിടെയും പെസ്റ്റിലൻഷ്യൽ സിറപ്പ് തളം കെട്ടി നിന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പെസ്റ്റിലൻഷ്യൽ എന്ന് പറഞ്ഞാൽ മാരകം എന്നുള്ള അർത്ഥമാണ്, പലതരം രോഗങ്ങൾ പരത്താൻ കഴിവുള്ളത് ആ രീതിയിൽ. പിന്നെ സെറ്റാഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡുണ്ട്. സെറ്റാഷ്യൻ എന്ന് പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ ജീവിക്കുന്ന മുലയൂട്ടുന്ന ജീവി എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഒരു പ്രത്യേക ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സൗന്ദര്യമുള്ള മുലകളുള്ള മത്സ്യകന്യകമാർ കപ്പിത്താന്മാരെ വഴിതെറ്റിച്ചുകൊണ്ട് കിടപ്പുണ്ട്, അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ പുരോഗതിയൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു സമയത്താണ് ഈ സെറ്റാഷ്യൻ എന്നുള്ള വാക്ക് ഇതിൽ ഉപയോഗിച്ചത്. പിന്നെയുള്ളൊരു വാക്കാണ് ഗാലിയൻ. ഗാലിയൻ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഷിപ്പാണ്, പണ്ട് കാലത്തുള്ള പായ്ക്കപ്പൽ. അതാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെരിഞ്ഞ് പഴയ ഷിപ്പ് റെക്കായിട്ട് കിടന്ന് അവിടെ അതിൻ്റെ അകത്ത് ഫുൾ ചെടിയും പൂപ്പലും പുഷ്പങ്ങളും വിരിഞ്ഞു നിന്ന ഒരു ഇത് കണ്ടെത്തിയത് പുരോഗമനത്തിൻ്റെ യാത്രേൻ്റെ വഴിയിൽ. അതാണ് ഗാലിയൻ. പിന്നൊരു വാക്ക് ആർബിട്രറി എന്നാണ്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ
സയൻസിന്റെ ബാക്കപ്പ് ഒന്നും ഇല്ലാതെ അവരവന്റെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ആർബിട്രറി ആയിട്ട് പറയും. ആർബിട്രറി മാപ്പ് ഓസെ ഉണ്ടാക്കിയത്, അയാൾക്ക് തോന്നുന്ന പോലെ ഒരു മാപ്പ് എല്ലാ ഭാഗത്തും വെള്ളം എന്നൊക്കെ പറഞ്ഞ് വരച്ചു. പക്ഷെ അതിന് സയൻസിന്റെ ബാക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് വാസ് നോട്ട് കറക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാപ്പ്, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീന് ആർബിട്രറി എന്ന് പറയും. പിന്നെയുള്ള ഒരു വാക്കാണ് ടാസിറ്റേൺ. ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് ടാസിറ്റേൺ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു വാക്ക് ക്ലൈർവോയന്റ്. ക്ലൈർവോയന്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ക്ലെയിംസ് ടു ഹാവ് എ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു പെർസീവ് ഇവന്റ്സ് in the future or beyond normal sensory contact. He didn't tell me about it and I am not a clairvoyant. അയാൾ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ മനസ്സിലാക്കും, എനിക്കെന്താ ഭാവി പ്രവചിക്കാൻ കഴിവുണ്ടോ? ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ക്ലൈർവോയന്റ്. ഇതെല്ലാം ഡെയിലി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടി കിട്ടും എവിടുന്നെങ്കിലും. പിന്നെ ഒരു വാക്ക് റുഡിമെന്ററി എന്നാണ്. ഈ റുഡിമെന്ററി എന്നുള്ള വാക്ക് ഈ കഥയിൽ ഉപയോഗിച്ചേക്കുന്നത് ഓസയുടെ ലബോറട്ടറിയെ വർണ്ണിക്കാൻ വേണ്ടിയാണ്. റുഡിമെന്ററി എന്ന് പറഞ്ഞാൽ റഫ് ബട്ട് ഫങ്ഷണൽ എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ ഒരു വാക്ക് ഡിസ്കൺസെർട്ടൻ, അൺസെറ്റിൽഡ്, അങ്ങനെ കുറച്ച് വാക്കുകൾ. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാ കഥാപാത്രങ്ങളെയും ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തു, കുറച്ച് വാക്കുകൾ പഠിച്ചു. ഈ ഫാമിലിൻ്റെ ഒരു ഹൈറാർക്കി മൊത്തമായിട്ട് ഒരു 5 തലമുറയുടെ ഹൈറാർക്കി ചെറുതായിട്ടൊന്ന് പെട്ടെന്നൊന്ന് കണ്ടു. അടുത്ത പ്രാവശ്യം ഓസയുടെയും ഉർസുലയുടെയും കല്യാണം എങ്ങനെ നടന്നു, ഈ ഒരു മക്കോണ്ടോ ഗ്രാമം സ്ഥാപിക്കുന്നതിന് മുമ്പേ അവരുടെ ജീവിതം എന്തായിരുന്നു, അങ്ങോട്ടേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. എല്ലാവരും അടുത്ത ഞായറാഴ്ച ഓസയുടെയും ഉർസുലയുടെയും വിവാഹാനന്തരമുള്ള ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുക. വീണ്ടും ശ്രദ്ധിക്കും വരെ ഉங்களிடம் விடைபெறுகிறது உங்கள் உன்னிகிருஷ்ணன்.